നരേന്ദ്രമോദിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അല്ല, പ്രധാനമന്ത്രിയോട് ആളുകൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് അവർക്ക് സംസാരിക്കേണ്ടി വരും. പ്രധാനമന്ത്രി കാണണം എന്ന് പറഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റും. ഇവിടെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവർ പോയി കാണുന്നില്ല. അവര് ചർച്ച ചെയ്യണമല്ലോ, കാരണം അവർക്ക് സംരക്ഷണം വേണമല്ലോ. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരം എന്തിനാണ് അവർ വിനിയോഗിക്കാതിരിക്കുന്നത്? ഞങ്ങൾക്ക് അവർ പോകുന്നതിന്, പ്രധാനമന്ത്രി വിളിച്ചാൽ അവർ പോകുന്നതിലൊന്നും ഞങ്ങൾക്ക് വിരോധമല്ലോ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് 254 ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടാണ്. ഒരു ദിവസം 2 ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. എല്ലായിടത്തും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിലെ BJPക്കാർ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുള്ള വിശദീകരണം അവർ കൊടുക്കട്ടെ. കേരളത്തിലെ ഒന്നും കാര്യമില്ല. പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടിയിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി CPM-ൽ നിന്ന് എത്ര പേര് ഇപ്പോൾ കോൺഗ്രസിൽ ചേരുന്നുണ്ട്, പല പ്രാദേശിക തലത്തിൽ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ആൾ. ഹമാസ് നിലപാടിൽ ശശി തരൂർ ഉറച്ചു നിൽക്കുകയാണ്. ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്ത അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളതെന്ന് അദ്ദേഹം അത് വ്യക്തമാക്കിയതാണല്ലോ. അദ്ദേഹം കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം സ്വതന്ത്ര പാലസ്തീന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ റെസൊല്യൂഷനാണ് അത്. VD സതീശനും ശശി തരൂരിനും ഒരുപോലെ ബൈൻഡിങ് ആണ്. ഞങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല. കോൺഗ്രസ് റെസൊല്യൂഷനിൽ എഴുതി വയ്ക്കാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ശശി തരൂരിന് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിലൊന്നും വിവാദം വേണ്ട. അദ്ദേഹം അത് കൃത്യമായ വ്യക്തത വരുത്തിയ കേസാണ്. ഈ കേസുകാരെ ആക്രമിച്ച സംഭവത്തിൽ ഏറെ വൈകിയാണ് കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും കുറുപ്പുംപടി പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ അതേസമയം ഈ മാധ്യമപ്രവർത്തകരെ അടക്കം പ്രതി ചേർക്കാൻ പോലീസ് 24 ന്യൂസിന്റെ റിപ്പോർട്ടർ പ്രതി ചേർന്നു. നിങ്ങൾക്കറിയാലോ, ഞാനന്ന് കേസെടുത്തപ്പോൾ അന്ന് രാവിലെ പരിഹസിച്ചല്ലേ, കേരളത്തിൻ്റെ പോലീസിനെ ഇത്രയും പരിഹാസ്യമാക്കരുതെന്ന് പറഞ്ഞല്ലേ. കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ, അവർക്ക് ജാമ്യം കൊടുത്തല്ലോ. പക്ഷേ വനിതാ പത്രപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തു. മാധ്യമങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുക, എല്ലാവരെയും ഭയപ്പെടുത്താൻ നോക്കുകയാണ്, വിമർശിക്കുന്നവരെ ഭയപ്പെടുത്താൻ നോക്കുകയാണ്. അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്ര. മുഖ്യമന്ത്രി ആണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവജ്ഞാനവുമുള്ള ഒരാൾ ഇതുപോലെ അധികാര സ്ഥാനത്ത് ഇരുന്നിട്ട് ഇതുപോലെ പെരുമാറുമെന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. അവരുടെ സമനില തെറ്റിയിരിക്കുകയാണ്. അവരാണിത്. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവുമാണ് കേരളത്തെ ഈ സ്ഥിതിയിൽ കലാപഭൂമിയാക്കി മാറ്റിയത്. പരിഹാസ്യമായി ഈ നവകേരള സദസ്സ് നടത്തി 44 ദിവസം ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് പോലും തുറക്കാൻ കഴിയാതെ, ഒരു ഔട്ട്കമില്ലാതെ, ഒരു റിസൾട്ട് ഇല്ലാതെ നാട്ടുകാരുടെ ചെലവിൽ ഇലക്ഷൻ പ്രചരണം നടത്തി തിരിച്ചു വന്നിരിക്കുക. എല്ലാ സ്റ്റേജിലും വെച്ച് പ്രതിപക്ഷത്തിനെതിരായി രൂക്ഷമായ ആക്രമണമാണ്. ഞങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവ് നടത്തിയിട്ടാണ് ഈ പരിപാടി നടത്തിയത്. അല്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇവരുടെ കൂടെ പോകുന്നത്? ഈ കൂടെ പോയവർക്കൊക്കെ കിട്ടിയല്ലോ നന്നായിട്ട്. LDFന്റെ MLAക്കും MP-ക്കും കിട്ടിയല്ലോ. ഞങ്ങളുടെ MLAമാരും MP-മാരും എന്തിനാണ് പോയി ഇതിൻ്റെ അകത്ത് വഷളാവുന്നത്? അവർ പ്രതിപക്ഷത്തിനെതിരായിട്ട് വിമർശനമാണ്. LDFന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഞങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളെങ്ങനെയാണ് ഗണേഷ് കുമാറിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ഞങ്ങളുടെ പ്രിയങ്കരനായ ഈ നാടിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് വിചാരണ നേരിടുന്ന ഒരാളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഞങ്ങൾ പോയിരുന്ന് ഞങ്ങൾ അപഹാസ്യരാണ്. അതാണ് ഞങ്ങളുടെ ചോദ്യം. അതാണ്. അത് മുഖ്യമന്ത്രിയോടുള്ള ഞങ്ങളുടെ ചോദ്യം. മുഖ്യമന്ത്രി പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ സങ്കടം മാറ്റാൻ പറ്റിയോ? നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി പരിഹാസ്യമായി മുഖ്യമന്ത്രി നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ഖജനാവ് താഴിട്ട് പൂട്ടിയിട്ടാണ് ഇവർ 44 ദിവസം നടന്നത്. ആ ധനമന്ത്രിയെ പോലും തിരുവനന്തപുരത്തേക്ക് വിടാതെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് 44 ദിവസം, മന്ത്രിമാരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് ഇവർ 44 ദിവസം പരിപാടി നടത്തിയത്. എന്തു ഷോയായിരുന്നു! ഞാൻ മറ്റേ തദ്ദേശ മന്ത്രി പറഞ്ഞതുപോലെ ഷോയുടെ കൂടെ വേറെ പേരൊന്നും ചേർക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്ത് ഷോയായിരുന്നു ഇത്? യഥാർത്ഥത്തിൽ ഈ ആർഭാട സദസ്സ് ജനങ്ങളുടെ മുന്നിൽ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഏത് പ്രശ്നമാണ് പരിഹരിച്ചത്? ഏത് പ്രശ്നമാണ് പരിഹരിച്ചത്? അതിനു മുമ്പ് ഞാൻ ചെയ്യട്ടെ, 5 മാസം മുമ്പ് മന്ത്രിമാർ വന്ന് പരാതി മേടിച്ചല്ലോ, അദാലത്ത് നടത്തിയിട്ട് ലക്ഷക്കണക്കിന് പരാതികളുണ്ടല്ലോ. ആ പരാതി ചാക്കി കെട്ടി വെച്ചിരിക്കല്ലേ?
അതിൽ നിന്നൊരു പരാതി തുറന്നു നോക്കി പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴാണ് 5 മാസം കഴിഞ്ഞ് വീണ്ടും പരാതി മേടിക്കാൻ പോകുന്നത്. ഇപ്പോഴും മറുപടി കിട്ടുന്നുണ്ടല്ലോ ആളുകൾക്ക്. ഇതിൽ മറുപടി കിട്ടുന്നുണ്ട് ആളുകൾക്ക്. അതായത് 25 പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയെ നമ്പറിട്ട് കാണാൻ പോയ ഒരാൾക്ക്, നടക്കാത്ത ആൾക്ക് നവകേരള സദസ്സിൽ പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ വേണ്ടി മറുപടി അയക്കുന്നുണ്ട്. ആ മറുപടിയൊക്കെ ഈ സ്റ്റീരിയോ ടൈപ്പ് മറുപടികൾ അടിച്ചു വെച്ചിരിക്കുകയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ മറുപടിയാണ് കിട്ടുന്നത്. നയാ പൈസ കയ്യിലില്ലല്ലോ. നയാ പൈസ നാട് മുടിപ്പിച്ച് മുച്ചൂടും മുടിപ്പിച്ച് ഖജനാവ് അക്ഷരാർത്ഥത്തിൽ താഴ്ത്തു പൂട്ടിയിട്ടല്ലേ നടക്കുന്നത്. ഇതിന് ഏത് പരിപാടി നടത്താനാണ്? ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനിയിപ്പോൾ സർക്കാരിന്റെ പ്രചരണം ആയിക്കോട്ടെ, അത് പരസ്യം നൽകുന്നുണ്ടല്ലോ, അതിനൊക്കെ ചെലവഴിക്കുന്നുണ്ടോ, അതേപോലെ ഒരു സർക്കാർ പ്രചരണം എന്നുള്ളത് നടത്തുന്നത് എന്താ തെറ്റുന്നത്? അപ്പൊ സർക്കാർ പ്രചരണമാണെന്ന് സമ്മതിച്ചല്ലോ നിയുക്ത മന്ത്രി. ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 44 ദിവസം മുമ്പ് ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇതൊരു അശ്ലീല നാടകമാണ്, ഇത് നാട്ടുകാരുടെ ചെലവിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, ഇത് കള്ളപ്പിരിവ് നടത്തി വ്യാജപ്പിരിവ് നടത്തി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഭരണം ദുരുപയോഗിച്ചുകൊണ്ടും നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. ഈ വേദി ഉപയോഗിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്താനാണ്. മനസ്സിലായില്ലേ? കേരളത്തിൽ എൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് 44 മന്ത്രിമാർ മാറി നിന്നാൽ ഭരണം സ്തംഭിക്കും. ഇതെല്ലാം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത്. ഞങ്ങൾ 44 ദിവസം മുമ്പ് പറഞ്ഞ അതേ സ്ഥലത്ത് എത്തിയല്ലേ ഇപ്പം നിൽക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ ഇതിലേതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? എന്നിട്ട് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസ്, സൈബർ ആക്രമണം, മറിയ ചേട്ടത്തേക്ക് നേരെ ആക്രമണം, എത്ര 1/2 ഡസൻ കോടതി വിധികളുണ്ടായി. 1/2 ഡസൻ കോടതി വിധികൾ ഈ നവകേരള സദസ്സിനെതിരായിട്ട്. പഞ്ചായത്തിൽ നിന്ന് ലോക്കൽ ബോഡിയിൽ നിന്ന് പൈസ പിരിക്കാൻ പാടില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അപ്പോൾ നിയമവിരുദ്ധമായിട്ടാണ് പണം പിരിച്ചത്. ആ പണം കൊടുത്തവർക്കെതിരായിട്ട് നടപടിയെടുക്കണം. അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച ലോക്കൽ ബോഡിയുടെ അധികാരികൾക്കെതിരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരായും നടപടിയെടുക്കണം. അവരുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചടക്കാൻ പറയണം. കാരണം വ്യാപകമായി അഡീഷണൽ കമ്മീഷണർ ഇൻ്റലിജൻസ് GSTയുടെ ആൾക്കായിരുന്നു പൈസ പിരിക്കാനുള്ള ചുമതല. നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് ക്വാറികളിൽ നിന്നും ജുവലറികളിൽ നിന്നും നികുതി വെട്ടിപ്പ് നടത്തുന്ന ആളുകളിൽ നിന്നും ഒക്കെ വ്യാപകമായി പണം പിരിച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളാണ്, നികുതി വെട്ടിപ്പ് തടയേണ്ട സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളാണ് ഹനിച്ചത്. അത് അഴിമതിയാണ്. ഒരു കണക്കുമില്ല. എവിടെ ചെലവാക്കിയെന്ന് ഒരു കണക്കുമില്ല. കേരളീയത്തിൻ്റെ കണക്കുമില്ല, ഈ കണക്കുമില്ല. വ്യാപകമായി ഉദ്യോഗസ്ഥന്മാർ 1000 പിരിക്കാൻ പറഞ്ഞാൽ അവർ 10,000 പിരിക്കും, 1 ലക്ഷം പിരിക്കാൻ പറഞ്ഞാൽ 10 ലക്ഷം പിരിക്കും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുത്ത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെ കടയിൽ ദീപാലങ്കാരം നടത്താൻ വരെ ഭീഷണിപ്പെടുത്തി. കടകളിൽ ചെന്നിട്ട് നിങ്ങളുടെ കടയുടെ മുമ്പിൽ ദീപാലങ്കാരം നടത്തണം. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥരെ എന്ന് ഒരു കടയിൽ ചെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യില്ല. പേടിപ്പിക്കുകയായിരുന്നു. എല്ലാവരും പേടിപ്പിക്കുകയായിരുന്നു. എല്ലാവരും ഭയപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ഭയപ്പെടുത്തിയ ആളെ കൂട്ടിയിട്ട് ഇത് ഗംഭീര വിജയം എന്ന് സ്വയം സമാധാനിക്കുക. കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കറിയാം. അല്ല, അവര് തന്നെയല്ലേ നടത്തുന്നത്. കണ്ടില്ലേ, അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി, കേരളീയത്തിൽ കള്ളപ്പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് ട്രോഫി. കേരളത്തിന്റെ സമാപന ചടങ്ങിൽ ഈ കള്ളപ്പിരിവ് വ്യാജപ്പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന്, നിയമവിരുദ്ധമായി പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് ട്രോഫി. ഇതൊക്കെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കാപ്പ പ്രകാരം ജയിലിലടക്കേണ്ടവൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് പോലീസിൻ്റെ കൂടെ. പോലീസിനെ വരെ കളിയാക്കുമല്ലേ ചെയ്ത്. ശരിക്കും 2200 പോലീസുകാർ മതിയാവാഞ്ഞിട്ടാണ് 4-5 വണ്ടി ക്രിമിനലുകളെ കൂടെ കൊണ്ടുപോയത്. പോലീസിനെ പരിഹസിക്കായിരുന്നു. ആർക്കും വിശ്വാസമില്ല. ആരെങ്കിലും ഒരു കരിക്കൊടി അടിച്ചാൽ തന്നെ കൊല്ലാൻ വരുമെന്നൊരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? വെയിലത്ത് ഇറങ്ങരുത്. അദ്ദേഹം വെയിലുള്ളപ്പോൾ ഇറങ്ങരുത്. കാരണം വെയിലുള്ളപ്പോൾ നിഴലുണ്ടാവും. നിഴലിനെ വരെ പേടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. വെയിലുള്ളപ്പോൾ അദ്ദേഹം ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിഴലിനെ വരെ പേടിയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ്. നിഴലിനെ വരെ പേടിയാണ്. അത് വെയിലത്ത് ഇറങ്ങരുത്. അപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും പുറകെ ആരണ്ട ആക്രമിക്കാൻ പറ്റുന്നത് സ്വന്തം നിഴൽ കണ്ടിട്ട്.